നമസ്കാരം. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളുടെയും പ്രസിഡന്റുമാർ തങ്ങളുടെ ഭരണകാലയളവിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും ഭാവി പദ്ധതികളും കേരള വിഷൻ ന്യൂസ് അവതരിപ്പിക്കുന്ന എന്റെ പഞ്ചായത്തിലൂടെ പങ്കുവയ്ക്കുകയാണ്. ഇന്നത്തെ അതിഥികളായി നമ്മളോടൊപ്പമുള്ളത് മലപ്പുറം ജില്ലയിലെ ഏലംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുധീർ ബാബു, കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ലിജി പുൽകുന്നുമൽ എന്നിവരാണ്. എല്ലാവർക്കും എന്റെ പഞ്ചായത്തിലേക്ക് സ്വാഗതം. എന്റെ പഞ്ചായത്തിൽ നിന്ന് ആദ്യം പോകുന്നത് മലപ്പുറം ജില്ലയിലെ ഏലംകുളം ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലേക്കാണ്. പ്രധാനമായും കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കുന്നത്. നെല്ല്, കപ്പ, വാഴ, പച്ചക്കറികൾ തുടങ്ങിയവയ്ക്ക് പുറമെ റബ്ബറും വ്യാപകമായി കൃഷി ചെയ്യുന്ന ഒരു പ്രദേശമാണ്. ഒപ്പം തന്നെ വിദ്യാഭ്യാസം, ആരോഗ്യം, മാലിന്യ സംസ്കരണ രംഗത്തും മികച്ച പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടപ്പിലാക്കുന്നത്. ഈ വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ പങ്കുവയ്ക്കാൻ പ്രസിഡന്റ് സുധീർ ബാബു ആണ് നമ്മളോടൊപ്പം ഇന്നുള്ളത്. നമസ്കാരം ശ്രീ സുധീർ ബാബു. സൂചിപ്പിച്ചതുപോലെ തന്നെ കൃഷിക്ക്, കർഷകർക്കായി ഏറെ നല്ല പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് മുന്നോട്ട് വെക്കുന്നത്, അല്ലേ? അതെ 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 കാർഷിക മേഖലയില് വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടായിട്ടുള്ളത്. തരിശുരഹിത പഞ്ചായത്ത് എന്ന ലക്ഷ്യത്തിലേക്ക് ഏലംകുളം ഗ്രാമപഞ്ചായത്ത് അതിന്റെ പ്രവൃത്തിയുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഈ ഭരണസമിതിയുടെ കാലയളവിലാണ് എല്ലാവർക്കും വീട്, എല്ലാവർക്കും ഭൂമി എന്ന പദ്ധതിയിലേക്ക് കടക്കുന്നത്. ഇതിൽ അർഹതപ്പെട്ടവരെ എങ്ങനെയാണ് കണ്ടെത്തിയത്? പദ്ധതി ഇപ്പോൾ ഏത് ഘട്ടത്തിലാണുള്ളത്? ഏകദേശം 387 പേരാണ് ലൈഫ് ഭവന പദ്ധതിയിൽ ഉണ്ടായിരുന്നത്. ഇനി ഈ സാമ്പത്തിക വർഷം 60 ചില്ലാനം ആളുകൾക്കാണ് വീട് നൽകുന്നതിന് വേണ്ടി ഫണ്ട് മാറ്റി വെച്ചിട്ടുള്ളത്. അതുമാതിരി തന്നെ ഭൂമിയും വീടും നൽകുന്നത് ഈ സാമ്പത്തിക വർഷം 25-26 വാർഷിക പദ്ധതിയിൽ ഫണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയുള്ള വലിയൊരു പ്രയത്നത്തിലാണ് ഞങ്ങള് ഭരണസമിതി. തീർച്ചയായും. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് അതിദരിദ്രമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കാനിരിക്കുകയാണല്ലോ. എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടപ്പിലാക്കി വരുന്നത്? കേരളം അതിദരിദ്ര സംസ്ഥാനമായി പ്രഖ്യാപിക്കാൻ പോവുകയാണ് 2026 നവംബറിൽ. ഞങ്ങളെ ഗ്രാമപഞ്ചായത്തില് 99 അതിദരിദ്ര കുടുംബങ്ങളാണുള്ളത്. ഈ അതിദരിദ്ര കുടുംബങ്ങൾക്ക് വേണ്ടി മൈക്രോ പ്ലാനുകൾ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. വീട് വേണ്ടവർക്ക് വീട്, പുനരുദ്ധാരണം വേണ്ടവർക്ക് പുനരുദ്ധാരണം, മരുന്ന് വേണ്ടവർക്ക് മരുന്ന്. അത്തരത്തിൽ മൈക്രോ പ്ലാനിൽ തയ്യാറാക്കിയ എല്ലാ കാര്യങ്ങളും കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് ഉജ്ജീവനം പദ്ധതിയിൽ പശു, ആടുഗ്രാമം പദ്ധതി, അതേമാതിരി തന്നെ തയ്യൽ മെഷീൻ എന്നിവയെല്ലാം വിതരണം ചെയ്തു കഴിഞ്ഞു. ഇനി വീടിന്റെ പുനരുദ്ധാരണം 7ഓളം ആളുകൾക്കാണ് ഇനി കൊടുക്കാനുള്ളത്. അതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ഭവന പദ്ധതിയിൽ 7 ആളുകൾക്ക് വീട് ലഭിക്കേണ്ടതുണ്ട്. അതോടുകൂടി ഏലംകുളം ഗ്രാമപഞ്ചായത്ത് അതിദരിദ്രരില്ലാത്ത ഗ്രാമപഞ്ചായത്തായി പ്രഖ്യാപിക്കാൻ കഴിയും. തീർച്ചയായും. അതോടൊപ്പം തന്നെ അടിസ്ഥാന വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി തന്നെ എത്രത്തോളം ആളുകൾക്ക് ലൈഫ് ഭവന പദ്ധതി വഴി വീടുകൾ നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ കുടിവെള്ളം, ജനങ്ങൾ പ്രധാനമായും ഇപ്പോൾ വലയുന്നത് കുടിവെള്ള പ്രശ്നം കൊണ്ട് തന്നെയായിരിക്കും. അപ്പോൾ കുടിവെള്ളം എത്രത്തോളം ആളുകളിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്? പൊതുജലാശയ സംരക്ഷണങ്ങളെല്ലാം തന്നെ ഏതൊക്കെ രീതിയിലാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കുന്നത്? ജൽജീവൻ മിഷൻ പദ്ധതി പ്രകാരം 3.5 കോടി ചെലവഴിച്ച് എല്ലാവർക്കും കണക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു. ഇനി നമ്മളെ ഏലംകുളം ഗ്രാമപഞ്ചായത്തില് 100-ൽ താഴെ 87ഓളം കണക്ഷനുകളാണ് ഇനി കൊടുക്കാനുള്ളത്. 8.5 ലക്ഷം കുടിവെള്ളം ഉൾക്കൊള്ളുന്ന ടാങ്ക് അതിന്റെ പണി പൂർത്തീകരിച്ചു വരികയാണ്. കൂടാതെ 3 ലക്ഷം ജലം ഉൾക്കൊള്ളുന്ന മറ്റൊരു ടാങ്കും. അങ്ങനെ 2 ടാങ്കുകൾ പൂർത്തീകരിക്കുന്നതോടുകൂടി രാമൻചാടി എന്ന വലിയൊരു പ്രൊജക്ട് ഇവിടെ ഏലംകുളത്ത് നടപ്പിലാക്കി വരുന്നുണ്ട്. അതിന്റെ പുനരുദ്ധാരണ പ്രവർത്തനവുമായി ഗവൺമെന്റിന് ഏകദേശം 90 കോടി രൂപയുടെ ഒരു പദ്ധതി ഞങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. അതുകൂടി 1-2 വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കാനുള്ള ഒരു നടപടികൾ സംസ്ഥാന ഗവൺമെന്റുമായി ആവിഷ്കരിച്ചു വരികയാണ്. അത് വരുന്നതോടുകൂടി ഏലംകുളത്തെ ജലത്തിലുള്ള ദൗർലഭ്യം
എല്ലാവർക്കും കൃത്യമായി എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കാൻ കഴിയും എന്നാണ് ഞങ്ങളുടെ പ്രത്യാശ. തീർച്ചയായും ഏലംകുളം ഗ്രാമപഞ്ചായത്ത് ഒരു ഗ്രാമീണ മേഖലയാണ്. ഈ അതിവേഗ വികസനത്തിന്റെ പാതയിൽ മുന്നേറുമ്പോൾ തന്നെ ഈ റോഡുകളെല്ലാം തന്നെ എത്രത്തോളം, ഈ ഗ്രാമീണ റോഡുകളെല്ലാം തന്നെ അതിന്റെ വികസനങ്ങളെല്ലാം എത്രത്തോളം നന്നാക്കാൻ പഞ്ചായത്തിനെ കൊണ്ടായിട്ടുണ്ട്? 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏകദേശം 3 കോടി രൂപയുടെ പുതിയ റോഡുകളും പഴയ റോഡുകളുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും നടത്തി കഴിഞ്ഞു. ഏലംകുളം ഗ്രാമപഞ്ചായത്തിലെ പ്രധാനപ്പെട്ട എല്ലാ റോഡുകളും ഇതിനോടകം പുനരുദ്ധാരണം നടത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തികൾ ഏറ്റെടുക്കുകയും അത് കൃത്യമായി നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏലംകുളത്ത് 12ാം വാർഡില് ഒരു വ്യവസായിക ഇടനാഴി സൃഷ്ടിക്കുന്നതിനുള്ള വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ 14ഓളം പുതിയ കമ്പനികൾ വരുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. അതുമാതിരി തന്നെ ആ പ്രദേശത്തിൽ വലിയ രീതിയിലുള്ള വികസന സ്വപ്നം ഞങ്ങളെ ഗ്രാമപഞ്ചായത്തിൽ അത് വരുന്നതോടുകൂടി നടപ്പിലാവും. അതിനു വേണ്ട സജ്ജീകരണങ്ങൾ ആ പ്രദേശത്തേക്ക് വേണ്ടിയുള്ള റോഡ് നിർമ്മിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട കേരള ഗവൺമെന്റുമായി ഇപ്പോൾ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും ആരോഗ്യ രംഗത്തെ കുതിച്ചുചാട്ടത്തിന്റെ ഭാഗമായി തന്നെ വിവിധങ്ങളായ പദ്ധതികളാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കുന്നത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് മാനസിക രോഗികൾക്കായി പ്രത്യേകം ക്ലിനിക്കുകളും മരുന്നുകളും എല്ലാം തന്നെ വിതരണം ചെയ്യുന്നതാണല്ലോ. എങ്ങനെയാണ് ഇത് നടപ്പിലാക്കുന്നത്? ഈ ഒരു ആശയത്തിന് പിന്നിൽ എന്താണ്? ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്തില് അലോപ്പതി ഫാമിലി ഹെൽത്ത് സെന്റർ ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. 6ഓളം സബ് സെന്ററുകൾ അതിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. സിദ്ധ ആശുപത്രി പ്രവർത്തിക്കുന്നുണ്ട്. അതുമാതിരി തന്നെ ഹോമിയോ ആശുപത്രിയുണ്ട്, ആയുർവേദ ആശുപത്രിയുണ്ട്. ഇതിനെല്ലാം തന്നെ കൃത്യമായി ഈ സാമ്പത്തിക വർഷം മാത്രം 35 ലക്ഷം രൂപയോളം ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട് മരുന്നിന് മാത്രം. അതുമാതിരി തന്നെ സിദ്ധ ആശുപത്രിക്ക് 45 ലക്ഷത്തിന്റെ ഒരു കെട്ടിടം ഇപ്പോൾ ഈ ജനുവരി മാസത്തിലാണ് ബഹുമാനപ്പെട്ട അനിൽ മന്ത്രി തറക്കല്ലിട്ടത്. അതിന്റെ പണി പൂർത്തീകരിച്ചു വരികയാണ്. ചെറുകര പ്രദേശത്ത് ആയുർവേദ ആശുപത്രിക്ക് വേണ്ടി ഈ സാമ്പത്തിക വർഷം നിങ്ങൾ 50 ലക്ഷം രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. 25-26 വാർഷിക പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് ആ ആയുർവേദ ആശുപത്രി കെട്ടിടം പൂർത്തിയാക്കുന്നതിന് വേണ്ടി കഴിയും. EMS ആശുപത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ മാസവും 18ാം തീയതി ഭിന്നശേഷി കുട്ടികൾക്ക് പുറമെ മാനസിക പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് മുഴുവൻ മരുന്ന് ലഭിക്കുന്ന ക്ലിനിക്ക് എല്ലാ മാസവും നടത്തുന്നുണ്ട്. അതിന് ഈ സാമ്പത്തിക വർഷം ഞങ്ങൾ 8 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. തീർച്ചയായും മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. തുടർന്നും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഉണ്ടാകട്ടെ. അതിനോടൊപ്പം തന്നെ ഈ മാലിന്യ സംസ്കരണ രംഗത്ത് മികച്ച പ്രവർത്തനങ്ങളാണല്ലോ പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ഹരിതകർമ്മ സേനാംഗങ്ങളെല്ലാം തന്നെ എത്രത്തോളമുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത്? എത്രത്തോളം MCFകളും മിനി MCFകളും എല്ലാം തന്നെ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? ഏലംകുളം ഗ്രാമപഞ്ചായത്തിൽ 16 വാർഡുകളാണുള്ളത്. 16 വാർഡുകളിലും മിനി MCF സ്ഥാപിച്ചു കഴിഞ്ഞു. മെയിൻ MCF ആയി 12ാം വാർഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിന് നല്ലൊരു കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടി ഇപ്പൊ ഒരു ഷീറ്റ് കൊണ്ടുള്ള ഒരു കെട്ടിടമാണ് നിർമ്മിച്ചിട്ടുള്ളത്. ആ കെട്ടിടം മാറ്റി പുനരുദ്ധാരണം നടത്തി നല്ല രീതിയിലുള്ള ഒരു കെട്ടിടം പണിയുന്നതിന് വേണ്ടി 25 ലക്ഷം രൂപ നമ്മൾ ഈ സാമ്പത്തിക വർഷം മാറ്റിവെച്ചിട്ടുണ്ട്. അതുമാതിരി തന്നെ നമുക്ക് പുതിയ വാഹനം ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്. വേസ്റ്റുകൾ കളക്ട് ചെയ്യുന്നതിന് 33 ഹരിതകർമ്മ സേനാ സഹോദരിമാര് ഗ്രാമപഞ്ചായത്തുമായി നല്ല രീതിയിൽ സഹകരിച്ചുകൊണ്ട് ഈ മാർച്ച് മാസം 100% എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചു. 100% എത്തുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായും അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾ തന്നെയാണ്. ഈ അംഗനവാടികൾ, സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏത് രീതിയിലാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കുന്നത്? 14ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് ഏലംകുളം ഗ്രാമപഞ്ചായത്തില്. അതില് പ്രധാനമായും ഹൈസ്കൂളുണ്ട്, ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്, LP സ്കൂളുണ്ട്, UP സ്കൂളുണ്ട്, എയ്ഡഡ് മേഖലയിലുള്ള സ്കൂളുകളുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങളുടെ പഞ്ചായത്തിലാണ് സംസ്ഥാനത്തെ ആകെയുള്ള അലിഗഡ് എന്ന സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. അതുമാതിരി തന്നെ ഞങ്ങളെ ഗ്രാമപഞ്ചായത്തിലെ ഹൈസ്കൂളിന് 2 വർഷം മുൻപാണ് 3 കോടി ചെലവിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ
പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി നല്ല രീതിയിലുള്ള ഒരു കെട്ടിടം പണി പൂർത്തിയാക്കിയത്. LP സ്കൂളിന് വേണ്ടി 72 ലക്ഷം രൂപ ചെലവിൽ പുതിയൊരു കെട്ടിടം സംസ്ഥാന ഗവൺമെന്റിന്റെ പൂർത്തീകരിച്ചിട്ടുണ്ട്. എല്ലാ സ്കൂളുകൾക്കും ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള LP സ്കൂളുകൾക്ക് മുഴുവൻ ഈ സാമ്പത്തിക വർഷം ലാപ്ടോപ്പുകൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്തരത്തില് നമ്മള് സ്കൂളുകളെ മുഴുവൻ നല്ല രീതിയിൽ നല്ല വിദ്യാഭ്യാസം ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ കുട്ടികൾക്ക് നൽകുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തികൾ ആരംഭിച്ചിട്ടുണ്ട്. അതുമാതിരി തന്നെ ഇപ്പൊ നല്ല രീതിയിൽ നടന്നു പോകുന്നു. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുമ്പോൾ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികൾ പഞ്ചായത്ത് നേരിടുന്നുണ്ടോ? വെല്ലുവിളികൾ എന്ന് പറഞ്ഞാല് മൊത്തത്തിലുള്ള ഒരു പ്രയാസം ഈ കുടിവെള്ളത്തിനായിരുന്നു. കുടിവെള്ളത്തിന് ഞങ്ങളെ 3 ഭാഗവും പുഴയാൽ കെട്ടുകിടക്കുന്ന ഗ്രാമപഞ്ചായത്താണ്. പക്ഷെ എന്നാലും എന്താ വെച്ചാൽ ഞങ്ങൾക്ക് കൃത്യമായിട്ട് വെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഞങ്ങളെ ഭരണസമിതി 4 വർഷം വന്നതിന് ശേഷം കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷെ അത് ഈ 8.5 ലക്ഷത്തിന്റെ ടാങ്കും 3 ലക്ഷത്തിന്റെ വേറൊരു ടാങ്കും അതേമാതിരി തന്നെ നമ്മുടെ രാമൻചാടി കുടിവെള്ള പദ്ധതിയുടെ പുനരുദ്ധാരണവും പൂർത്തീകരിക്കുന്നതോടുകൂടി എല്ലാവർക്കും വെള്ളം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി കഴിയും. ഒപ്പം തന്നെ ഈ സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏത് രീതിയിലാണ് നടപ്പിലാക്കുന്നത്? കുടുംബശ്രീയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ കൂടുതൽ തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാനെല്ലാം തന്നെ സാധിച്ചിട്ടുണ്ടോ? ഞങ്ങളെ കുടുംബശ്രീയുടെ കീഴിൽ 250ഓളം അയൽക്കൂട്ടങ്ങൾ നിലവിലുണ്ട്. അതില് 72 സംരംഭങ്ങൾ ഇപ്പോ നിലനിൽക്കുന്നുണ്ട്. സംഘകൃഷി 78 അയൽക്കൂട്ടങ്ങൾ നടക്കലുണ്ട്. അതുമാതിരി തന്നെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി പശു വളർത്തൽ, അത് തന്നെ ആടുഗ്രാമം പദ്ധതി, കന്നുകുട്ടി പരിപാലനം എന്നീ രീതിയിലുള്ള പ്രാദേശികമായി ആളുകൾക്ക് കിട്ടുന്ന രീതിയിലുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയാണ്. ഈ സാമ്പത്തിക വർഷം 300 സംരംഭങ്ങൾക്ക് ഞങ്ങൾ തുടക്കമിട്ട് കഴിഞ്ഞു. അതിൽ 20ഓളം സംരംഭങ്ങൾ ഈ സാമ്പത്തിക വർഷം ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള സംരംഭങ്ങൾ കൂടി ഞങ്ങൾ വരും കാലങ്ങളിൽ കൃത്യമായി നടപ്പിലാക്കും എന്നാണ് പറയാനുള്ളത്. ശരി. അപ്പോൾ തന്നെ ഈ പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏത് രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? പ്രത്യേകിച്ച് ഈ വിദ്യാർത്ഥികൾക്കായി തന്നെ ഈ പഠനോപകരണങ്ങളെല്ലാം തന്നെ വിതരണം ചെയ്യുന്ന പരിപാടികളെല്ലാം തന്നെ പഞ്ചായത്തിൽ നടപ്പിലാക്കുന്നുണ്ടോ? SC വിദ്യാർത്ഥികൾക്ക് 11 ലക്ഷം രൂപ ചെലവിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം കഴിഞ്ഞ മാസമാണ് ഞങ്ങൾ ലാപ്ടോപ്പ് വിതരണം ചെയ്തത്. അടുത്ത സാമ്പത്തിക വർഷത്തിലും 12 ലക്ഷം രൂപ അതിനുവേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. SC വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകൾ 9 ലക്ഷം രൂപ കഴിഞ്ഞ സാമ്പത്തിക വർഷം വിതരണം ചെയ്തു. ഈ സാമ്പത്തിക വർഷം ഞങ്ങൾ 9 ലക്ഷം രൂപ വെച്ചിട്ടുണ്ട്. മറ്റൊന്ന് മേശ കസേര LP സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മുഴുവൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും മേശ കസേര നൽകി കഴിഞ്ഞു. അത്തരത്തില് പ്രയാസപ്പെടുന്ന വിഭാഗങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്തായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഭാവിയിലേക്ക് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് കരുതിയിരിക്കുന്നത്? ഭാവിയിലേക്ക് 5 വർഷമായിട്ട് ഞങ്ങൾ അവിടെ ഒരു ശ്മശാനമുണ്ട്, ക്രിമിറ്റോറിയം, ഗ്യാസ് ക്രിമിറ്റോറിയമാണ്. അത് ഈ സാമ്പത്തിക വർഷം പ്രവർത്തന സജ്ജമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും. മറ്റൊന്നാണ് പാലിയേറ്റീവ് പ്രവർത്തനം. പാലിയേറ്റീവ് പ്രവർത്തനത്തിൽ ഇപ്പോ ഒരു വണ്ടിയാണ് ഞങ്ങളെ ഗ്രാമപഞ്ചായത്തിലാകെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി ഒരു മനുഷ്യസ്നേഹി ഈ കഴിഞ്ഞ മാസം ഞങ്ങൾക്ക് ഒരു വണ്ടി സംഭാവനയായി നൽകിയിട്ടുണ്ട്. അത് 2ാം പാലിയേറ്റീവ് യൂണിറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കും. നിലവിലുള്ള ബഡ്സ് സ്കൂൾ നിലവിലുണ്ട്. ബഡ്സ് സ്കൂളിന് ഞങ്ങൾക്ക് അംഗീകാരം ലഭിച്ചിട്ടില്ല. അത് അംഗീകാരം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഞങ്ങൾ സ്വീകരിച്ചു വരികയാണ്. അതിന് വാഹനം വാങ്ങുന്നതിന് ഈ സാമ്പത്തിക വർഷം 14 ലക്ഷത്തോളം രൂപ ഞങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ട്. അതുമാതിരി തന്നെ ടേക്ക് ആൻഡ് ബ്രേക്ക് 4 വർഷമായി ഞങ്ങൾക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ സാമ്പത്തിക വർഷം ടേക്ക് ആൻഡ് ബ്രേക്ക് 20,04,000 രൂപ ചെലവഴിച്ചുകൊണ്ട് അതിന്റെ പണി പൂർത്തീകരിക്കുകയാണ്. മറ്റൊന്നാണ് പാറക്കൽമുക്ക് LP സ്കൂൾ. അതിന് കെട്ടിടത്തിന്റെ ചെറിയൊരു ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് അതിന് പുതിയ പ്ലാനും എസ്റ്റിമേറ്റും ഒക്കെ തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. അതിന് ഈ സാമ്പത്തിക വർഷം ഫണ്ട് ലഭിക്കും എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്. മറ്റൊന്നാണ് ഞങ്ങൾ ഈ സാമ്പത്തിക വർഷം 100% പദ്ധതി വീതം ചെലവഴിച്ച ഒരു പഞ്ചായത്താണ്. 100% നികുതി പിരിവ് നേട്ടം കൈവരിച്ച പഞ്ചായത്താണ്.
അതൊക്കെ തന്നെ അടുത്ത സാമ്പത്തിക വർഷം ഉണ്ടാവും. ഇതിനെല്ലാം വിഭിന്നമായ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാൻ മറന്നു. ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആദ്യത്തെ മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് ആചാര്യനുമായ മഹാനായ EMS ജനിച്ച മണ്ണുകൂടിയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന മലപ്പുറം ജില്ലയിലെ ഏലംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് സുധീർ ബാബുവാണ് നമ്മളോട് പഞ്ചായത്തിന്റെ വികസന നേട്ടങ്ങളെല്ലാം തന്നെ പങ്കുവച്ചത്. മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇനിയും നടപ്പിലാക്കാൻ പഞ്ചായത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. നന്ദി സുധീർ ബാബു.